അപ്പൊ നമ്മൾ ബിസിനസ് എന്താന്ന് പഠിച്ചു, പ്രൊഫഷൻ എന്താന്ന് പഠിച്ചു, എംപ്ലോയ്മെന്റ് എന്താന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞു ഇത് മൂന്നും എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. എന്നിരുന്നാലും ഇത് തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ കുറെ ഡിഫറൻസിയേഷൻ ഉണ്ട്. നമുക്ക് ഇത് തമ്മിലൊരു കമ്പാരിസൺ നടത്താം. ഈ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലൊരു കമ്പാരിസൺ നടത്താം. അപ്പൊ കമ്പാരിസൺ ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റിൽ ഫസ്റ്റ് പറയുന്നതാണ് എസ്റ്റാബ്ലിഷ്മെന്റ്. എങ്ങനെയാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്, എങ്ങനെയാണ് ബിസിനസ് നിലവിൽ വരുന്നത്, എങ്ങനെയാണ് പ്രൊഫഷൻ നിലവിൽ വരുന്നത്, അങ്ങനെ എങ്ങനെയാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതെന്നാണ് നോക്കുന്നത്. ഓൺട്രപ്രന്യൂർസ് ഡിസിഷൻ ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്. ഓൺട്രപ്രന്യൂർ ആരാണ്? ഓൺട്രപ്രന്യൂർ ആരാണ്? കേൾക്കാൻ നല്ല രസമുള്ള വാക്കല്ലേ ഓൺട്രപ്രന്യൂർ എന്ന് പറയുമ്പോൾ. ഈ ഓൺട്രപ്രന്യൂർ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്ന ആളിനെയാണ് ഓൺട്രപ്രന്യൂർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഓൺട്രപ്രന്യൂറിന്റെ സ്വന്തം ഡിസിഷൻസ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആള് സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്താൽ മതി അല്ലെ. ഇതിനങ്ങൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് കൂടെ ഉണ്ടാവും. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ പ്രൊഫഷനിലോട്ട് വരുമ്പോൾ മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു. ഈ പ്രൊഫഷണൽസ് ഒക്കെ ഒരു പ്രൊഫഷണൽ ബോർഡിന്റെ, ഒരു അസോസിയേഷന്റെ ഒക്കെ മെമ്പർ ആയിരിക്കും. അതിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർ ആരായി? എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഫഷണൽ ആയി എന്നാണ് പറയുന്നത്. ഇനി എംപ്ലോയ്മെന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാ? എംപ്ലോയ്മെന്റ് ആവുന്നത് എങ്ങനെയാ? ഒരു സർവീസ് കോൺട്രാക്റ്റിലൂടെ ഒരു എംപ്ലോയ്മെന്റിലോട്ട് കടക്കുമ്പോഴാണ് ആളെന്താവാ, ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റിലോട്ട് പ്രവേശിക്കുക. അപ്പൊ അവർക്ക് സർവീസ് കോൺട്രാക്ട് എന്താ? കോൺട്രാക്ട് എന്ന വാക്ക് എന്ന് പറയുമ്പോൾ കരാർ എന്നാണ് കേട്ടോ. അതിന്റെ മലയാളം മീനിങ് കരാർ എന്നാണ് കോൺട്രാക്ടിനെ പറയാ. എന്താണ്? അതൊരു ഒരു ക്ലോസ് വെക്കുകയാണ്. ഇത്ര കാലം നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം, ഇതായിരിക്കും നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞിട്ട് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും അവരുടെ അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ആ സർവീസ് കോൺട്രാക്ട് കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവരെന്തായിട്ട് ജോയിൻ ചെയ്യുക, എംപ്ലോയ്മെന്റ് ആയിട്ട് അവര് കയറുക. ഓക്കെ, അതാണ് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഇനി അടുത്താണ് നേച്ചർ ഓഫ് വർക്ക്. ബിസിനസ്സിൽ എന്താണ് നേച്ചർ ഓഫ് വർക്ക്? ഓഫ് കോഴ്സ് വി നോ. ബിസിനസിന്റെ വർക്ക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തിനാണ് ബിസിനസ് നടത്തുന്നത്? അതിന്റെ പർപ്പസ് എന്താ? പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക, അത് വിൽക്കുക, ഇതൊക്കെയാണ് എന്ത്? അവരുടെ നേച്ചർ ഓഫ് വർക്ക്, ബിസിനസിന്റെ നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. മീൻവൈൽ പ്രൊഫഷനിലോട്ട് വരുമ്പോൾ എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ്. നേച്ചർ ഓഫ് വർക്ക് എന്താ? അവര് പഠിച്ച, ഡോക്ടർ ആയാലും ലോയർ ആയാലും CA ആയാലും അവര് പഠിച്ച ആ ഒരു പഠിപ്പിന്റെ ബേസിൽ ആ സ്പെഷ്യൽ സ്കില്ലിന്റെ പുറത്ത് അവര് എക്സ്പേർട്ട് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരുടെ നേച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. സോ എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരുടെ നേച്ചർ ഓഫ് വർക്ക്. ഇനി when it comes to employment, performing the work assigned by the employer. ഇപ്പൊ നിങ്ങളുടെ ഒരു എന്താണോ എംപ്ലോയർ, എന്തിനാണ് എംപ്ലോയർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ വർക്ക് ആയിരിക്കില്ല നിങ്ങൾ ചെയ്യണ്ടാവുക. നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് വർക്ക് ആയിരിക്കും ചെയ്യുക? അവിടെ അക്കൗണ്ടന്റിന്റെ വർക്ക് ആയിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. അടുത്താണ് ക്വാളിഫിക്കേഷൻ. ആസ് ഐ സെഡ് ബിഫോർ, ബിസിനസ് ചെയ്യാൻ ഒരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനും ഇല്ല. ആർക്ക് വേണമെങ്കിലും ബിസിനസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആർക്ക് വേണമെങ്കിലും എന്ത് സ്റ്റാർട്ട് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് അതിനൊരു ഫോർമൽ ക്വാളിഫിക്കേഷൻസും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി പ്രൊഫഷനിലോട്ട് വരുമ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ട്രെയിനിങ് ആവശ്യമാണ്. നാളെ എനിക്ക് പോയിട്ടൊരു CA ആവണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. നാളെ എനിക്ക് പോയിട്ടൊരു ലോയർ ആവണം, ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ പറ്റില്ല, നടക്കില്ല. അതിനെന്ത് വേണം? ഒന്നാമത് അതിനുള്ള പഠിത്തം പഠിക്കണം, അതിന്റെ ട്രെയിനിങ് വേണം, അതിന്റെ സ്കില്ല് വേണം. സോ ഒരു പ്രൊഫഷണൽ ആവാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ളത്? പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ആവശ്യമാണ്. ഇനി എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് വിനോ നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? എംപ്ലോയർ ആണ്. അപ്പൊ ആള് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു BCom ഡിഗ്രി എങ്കിലും വേണം എന്ന് പറഞ്ഞാൽ അതായിരിക്കണം ആരുടെ? ആ എംപ്ലോയിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പൊ ക്വാളിഫിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ ആയിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു എംപ്ലോയ്മെന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി റിവാർഡ് ഓർ റിട്ടേൺ. എന്താണ് റിവാർഡ് ഓർ റിട്ടേൺ എന്ന് പറയുന്നത്? ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റി, ലൈക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിലും പ്രൊഫഷൻ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയ്മെന്റ് ചെയ്യുകയാണെങ്കിലും എന്താണ് അതിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത്? എന്താണ് അതിൽ നിന്നും കിട്ടുന്നത്? റിവാർഡ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് കിട്ടും? ബിസിനസ് ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടുക? എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും വേണ്ടേ? അപ്പൊ റിവാർഡ് എന്തായിരിക്കും? പ്രോഫിറ്റ് ഏൺഡ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആണ് നമുക്ക് അതിന്റെ റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷൻ ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണൽ ഫീ എന്നാട്ടോ പറയാ. ഈ പ്രൊഫഷൻ ചെയ്യുന്നവർക്ക്
നമ്മളിപ്പോ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കൺസൾട്ടൻസി ഫീ നമ്മൾ കൊടുക്കൂലേ, ഡോക്ടർ നമുക്ക് തന്ന സർവീസിന് നമ്മളൊരു ചാർജ് അവർക്ക് കൊടുക്കും. അതിനെന്താ പറയാ, പ്രൊഫഷണൽ ഫീ എന്നാണ് കേട്ടോ പറയാ. സോ അതായിരിക്കും അവരുടെ എന്ത് റിവാർഡ് ഓർ റിട്ടേൺ എന്ന് പറയുന്നത്, പ്രൊഫഷണൽസിന് നമ്മൾ കൊടുക്കുന്ന റിവാർഡ് ഓർ റിട്ടേൺ. അടുത്താണ് എംപ്ലോയ്മെന്റ്. നമ്മൾ പറഞ്ഞു റെമ്യൂണറേഷന് വേണ്ടിയിട്ടാണല്ലോ അവർ വർക്ക് ചെയ്യുന്നത്. ഈ റെമ്യൂണറേഷൻ എന്താവാം, സാലറി അല്ലെങ്കിൽ വേജസ് ആവാം, സാലറി അല്ലെങ്കിൽ വേജസ് ആവാം. അതായിരിക്കും അവരുടെ റിവാർഡ് റിട്ടേൺ. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞെന്താ, ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞെന്താ, നമ്മൾ ഈ ബിസിനസ് തുടങ്ങാനാണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും എംപ്ലോയ്മെന്റിലാണെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇടുന്ന എമൗണ്ടിനെയാണ് എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബിസിനസ്സിൽ റിക്വയർഡ് ആസ് പെർ ദ സൈസ് ആൻഡ് നേച്ചർ. ഞാനിപ്പോ നാളെ ഒരു വലിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഫണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയാം കേട്ടോ. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഞാൻ അതിൽ ചെയ്യണല്ലേ. വെറുതെ കൈയോടെ പോയിട്ട് നാളെ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും വലിയൊരു കമ്പനി ആണെങ്കിൽ അതിന്റെ സൈസ് അനുസരിച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. മീൻവെൽ എനിക്കിപ്പോ നാളെ ഒരു ചെറിയൊരു കഫേ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം ഞാൻ ഇടുന്നുണ്ടാവാം. സോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിൽ ആവശ്യമാണ്. എത്രത്തോളം ആ ഒരു ബിസിനസിന്റെ സൈസ് എത്ര വലിപ്പം ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ വലിപ്പം ഉണ്ടാവാം. ഓക്കെ, ഇനി പ്രൊഫഷണൽ ലിമിറ്റഡ് ക്യാപിറ്റൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓഫീസ്. ഒരു പ്രൊഫഷൻ നടത്തണമെങ്കിൽ, പ്രൊഫഷണൽ ആയിട്ട് ഒരു ലോയർ ആയിട്ടോ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് പ്രൊഫഷൻ നടത്തണമെങ്കിൽ എന്ത് ആവശ്യമാണ്, ഒരു ഓഫീസെങ്കിലും ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ചെറിയ എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ എമൗണ്ട്, അത് മാത്രമായിരിക്കും അവരുടെ ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അവർക്ക് വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോ ഒരു ഡോക്ടറെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, എന്റെ നാട്ടിലുണ്ട് ഒരു ഡോക്ടർ, വളരെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കും, എന്നൊരു ഫലം കിട്ടിയിരിക്കും. പക്ഷെ ആ ഡോക്ടർക്ക് പറയാൻ മാത്രം ഒരു ഓഫീസ് ഒന്നുമില്ല, ആളുടെ വീട് തന്നെയാണ് ആ ഓഫീസ്. ആ ഓഫീസിന്റെ ഫ്രണ്ടിൽ വലിയ ബോർഡിൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ആൻഡ് ക്വാളിഫിക്കേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതാണ് അവരുടെ ഓഫീസ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഓഫീസിന്റെ പോലും ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഓഫീസായിട്ട് തുടങ്ങുന്നവരുണ്ട്. അപ്പൊ അത് തുടങ്ങാനുള്ള ഒരു ക്യാപിറ്റൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് അവർക്ക് ചെലവ് വരുന്നുള്ളൂ. അതിനാണ് അവരുടെ ലിമിറ്റഡ് ക്യാപിറ്റൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓഫീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്യാപിറ്റൽ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും മണി അല്ലെങ്കിൽ ഫണ്ട് ഇട്ടിട്ടാണ് നമ്മൾ എംപ്ലോയ്മെന്റിലോട്ട് കിടക്കുന്നത് അല്ല. നമുക്ക് അവിടെ പോയി നമ്മൾ ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവര് സാലറി തരും, അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കമ്പാരിസൺ ആണ് റിസ്ക്. ബിസിനസ്സിൽ റിസ്ക് ഉണ്ടോ? ബിസിനസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ റിസ്ക് ആണ്. കാരണം ബിസിനസ് ആണോ ചെയ്യുന്നത് അവിടെ റിസ്ക് ഉണ്ട്, ബിസിനസ് ചെയ്യാണോ അവിടെ റിസ്ക് ഉണ്ട്, അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഓഫ് ലോസ് ഉണ്ട്. അപ്പൊ റിസ്ക് ഇസ് ഇൻഹറന്റ് ഇൻ ബിസിനസ് എന്നാണ് പറയുന്നത്. ഇനി പ്രൊഫഷനിലോട്ട് വരുമ്പോൾ, പ്രൊഫഷനിൽ അൺലൈക്ക് ബിസിനസ് അവിടെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പ്രൊഫഷനിൽ റിസ്ക് ഫാക്ടർ വളരെ കുറവാണ്. ഇനി എംപ്ലോയ്മെന്റിലോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഒരു റിസ്ക്കും ഇല്ല. മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ കീഴിൽ ഒരു എഗ്രിമെന്റിന് പുറത്ത് അവര് പറയുന്ന പണിയും ചെയ്ത് മാസം ശമ്പളവും വാങ്ങി എംപ്ലോയി ആയിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഒരു റിസ്ക്കും ഇല്ല. അപ്പൊ എംപ്ലോയ്മെന്റിൽ റിസ്ക് ഇല്ല. ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്, റിസ്ക് ഇസ് ഇൻഹെറന്റ്. പ്രൊഫഷനിൽ കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം പ്രൊഫഷനിൽ വേണമെങ്കിൽ അവർക്ക് പ്രൊഫഷണൽ ഫീ കിട്ടാത്തൊരു അവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ അത് ചെറിയ റിസ്ക് ആണല്ലോ. അങ്ങനെ മീൻവെൽ എംപ്ലോയ്മെന്റിൽ തീരെ റിസ്ക് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മളിപ്പോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പ് കൈമാറാം, ഇതിനൊക്കെയാണ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ അത് പോസിബിൾ ആണോ? ബിസിനസ്സിൽ പോസിബിൾ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുകയാണെങ്കിൽ നാളെ എനിക്ക് ഈ ബിസിനസ് ഞാൻ വേറൊരാൾക്ക് കൈമാറണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ബിസിനസ്സിൽ കുറച്ച് ഫോർമാലിറ്റീസോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മീൻവെൽ പ്രൊഫഷനിൽ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് എന്റെ ഈ ഡോക്ടർ പദവി മതിയായി, നാളെ ഞാൻ അതെന്റെ ഫ്രണ്ടിന് കൈമാറാണെന്ന് പറഞ്ഞിട്ട് നാളെ അവൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എടുത്ത് അവൾക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് എനിക്കുള്ള ടാലന്റ് ആണല്ലേ, എനിക്കുള്ള സ്കില്ലാണ്, ഞാൻ അക്യൂർ ചെയ്തിട്ടുള്ള നോളജും സ്കില്ലാണ്. ഞാൻ കൊടുക്കേണ്ട സ്പെഷ്യലൈസ്ഡ് എക്സ്പേർട്ട് സർവീസ് ആണ്. അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ആ പഠിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊരു പ്രൊഫഷൻ ആയിട്ട് തുടരാൻ പറ്റുള്ളൂ. സോ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് പോസിബിൾ അല്ല. മീൻവെൽ എംപ്ലോയ്മെന്റിലും സെയിം തന്നെ. ഞാൻ ജോബ് ഓഫർ ലെറ്റർ, ഞാൻ റെസ്യൂമേ അയച്ച് എനിക്ക് ജോലി കിട്ടി, അവര്
ഓഫർ ലെറ്റർ തന്ന് ഞാനൊരു എംപ്ലോയ്മെന്റിലോട്ട് കയറി. 2 ദിവസം പണിയെടുത്തപ്പോ എനിക്ക് മതി, ഇപ്പൊ അവള് വന്ന് പണിയെടുത്തോളം പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന് ഞാൻ എന്റെ കോൺട്രാക്ട് കൊടുത്തിട്ട് അവളെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അത് പോസിബിൾ ആണോ? പറ്റില്ല. അവിടെയും ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല, എംപ്ലോയ്മെന്റിലും ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. അടുത്താണ് കോഡ് ഓഫ് കണ്ടക്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയൊരു വേർഡായിട്ട് തോന്നുമായിരിക്കും. ഒന്നുമില്ലടാ, റൂൾസിനെയാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയാം കേട്ടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ബിസിനസ്സിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ? ഞാനാണ് അവിടുത്തെ രാജാവ്, അതിന്റെ ഓണറാണ് അവിടുത്തെ രാജാവ്. അവിടെ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് കോഡും പ്രിസ്ക്രൈബ്ഡ് അല്ല. സ്പെസിഫിക് കോഡ് പ്രിസ്ക്രൈബ്ഡ് അല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റൂൾസും ബിസിനസ്സിന് ഇല്ല. ഓണർ എന്താണ് തീരുമാനിക്കുന്നത് അതാണ് അവിടുത്തെ ലാസ്റ്റത്തെ തീരുമാനം. മീൻ പ്രൊഫഷൻ ഞാൻ പറഞ്ഞു അല്ലെ, പ്രൊഫഷണൽസ് ഒക്കെ ഒരു പ്രൊഫഷണൽ ബോഡിയുടെ ഒരു മെമ്പർ ആയിരിക്കും, ഒരു അംഗമായിരിക്കും. ആസ് എ പ്രൊഫഷണൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് പ്രൊഫഷണൽ ബോഡീസിൽ പറഞ്ഞിട്ടുണ്ടാവും, കുറെ റൂൾസും കുറെ കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യണം ആസ് ലേഡ് ഡൗൺ ബൈ ദി പ്രൊഫഷണൽ ബോഡീസ്. നെക്സ്റ്റ് ആണ് എംപ്ലോയ്മെന്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. ഞാൻ പറഞ്ഞു അല്ലെ, സർവീസ് എംപ്ലോയ്മെന്റിലോട്ട് കയറുമ്പോൾ ഒരു സർവീസ് കോൺട്രാക്ട് ഉണ്ടാവും. അതിൽ നമ്മുടെ സാലറി തൊട്ട് നമ്മൾ എപ്പോൾ ജോയിൻ ചെയ്യണം തൊട്ട് എല്ലാ ടേംസും കണ്ടീഷൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് പ്രകാരമായിരിക്കും അവര് വർക്ക് ചെയ്യണത്. അപ്പൊ അതായിരിക്കും അവരുടെ കോഡ് ഓഫ് കണ്ടക്ട്. അപ്പൊ കമ്പാരിസൺ എല്ലാവർക്കും സെറ്റ് അല്ലേ? നല്ല സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 6 പോയിന്റ്, ഒരു മിനിമം ഒരു 5 പോയിന്റെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒരു 7 മാർക്ക് വരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസിനെ പറ്റി പഠിക്കാം. നമ്മൾ ഇതുവരെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അതിന്റെ ഡെഫിനിഷൻസ് പഠിച്ച് അതിന്റെ ഒരു വലിയ കമ്പാരിസണും പഠിച്ച് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ബിസിനസ്സിലോട്ട് എത്തി. ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് മക്കളെ? ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള വ്യത്യാസം. കാരണം ആസ് എ കിഡ് ഞാനും കുറെ തെറ്റിച്ചിട്ടുള്ളതാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സും ഒബ്ജക്റ്റീവ്സും. ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് എഴുതും, ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് എഴുതും. അപ്പൊ ഇത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലതല്ലേ? അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം, അതിന്റെ നേച്ചർ, അതിന്റെ ക്യാരക്ടർ എന്താണെന്നാണ് നമ്മൾ അവിടെ എഴുതിയേക്കുന്നത്. മീൻവെൽ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ, ആ ഒരു കാര്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ എഴുതുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പൊ നമുക്ക് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ബിസിനസ് എന്നുള്ളത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഞാൻ പറഞ്ഞു അതിന്റെ സോൾ ഒബ്ജക്റ്റ് എന്താ? ഏർണിംഗ് മണി. ബിസിനസ് ചെയ്യുന്നതിനാ പൈസ ഉണ്ടാക്കാൻ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റത്തെ എക്കണോമിക് ആക്ടിവിറ്റി ഒബ്വിയസ്ലി. അടുത്തതാണ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുക. ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യും, ഉണ്ടാക്കും. അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ആളുടെ അടുത്ത് നിന്ന് പോയിട്ട് പ്രൊക്യൂർ ചെയ്യും, വാങ്ങിയെടുക്കും. എന്തിനാണ് ഇത് വാങ്ങിയെടുക്കുന്നത് പറഞ്ഞതാ. അതിന് മുന്നേ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പറഞ്ഞു. അതിൽ ഗുഡ്സ് എന്താ? ഗുഡ്സിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടും ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടും. ഇതിൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന ഗുഡ്സിനാണ് പറയുക, ലൈക്ക് പേന, പെൻസിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മീൻവെൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ഫർണിച്ചർ, മെഷീനറി, എക്യുപ്മെന്റ്, ഇതിനൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റിൽ എന്താ പറയുന്നത്? നമ്മൾ ബിസിനസ് ചെയ്യുമ്പം അവിടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുകയൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? സെയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി, വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുന്നത്. എന്ത്? ഗുഡ്സ് ആൻഡ് സർവീസ് സെയിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ആൻഡ് പ്രൊക്യൂർമെന്റ് നടത്തുന്നത്. അപ്പൊ അതാണ് നമ്മുടെ 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് ആണ് റെഗുലർ ഡീലിങ്സ്. ഞാൻ പറഞ്ഞു റെഗുലർ ഡീലിങ്സ്. ഞാൻ 5 രൂപയ്ക്ക് പേന വിറ്റ കാര്യം പറഞ്ഞു അല്ലെ, 5 രൂപയ്ക്ക് പെന്ന് വിറ്റ കാര്യം പറഞ്ഞു. അവിടെ ഞാൻ നടത്തിയത് ഒരു 1 ടൈം ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ഞാൻ റെഗുലർ ആയിട്ട് ചെയ്തൊരു കാര്യമല്ല, 1 ടൈം ട്രാൻസാക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ എന്റെ ഒരു കാറുണ്ട്, ഒരു അടിപൊളി കാറുണ്ട്, എനിക്ക് നാളെ അത് വിൽക്കണം തോന്നി, ഞാനത് വിറ്റു. എനിക്ക് കുറച്ച് പ്രോഫിറ്റിനാണ് ഞാനത് വിറ്റത്. ഞാൻ വാങ്ങിയതിനേക്കാളും കുറച്ചും കൂടെ വില കൂട്ടിയിട്ടാണ് ഞാനത് വിറ്റത്. എനിക്കൊരു പ്രോഫിറ്റ് കിട്ടി. ഞാൻ ചെയ്ത ബിസിനസ് ആണോ? അല്ല. കാരണം ഞാൻ അപ്പോഴും ചെയ്തത് ഒരു 1 ടൈം ട്രാൻസാക്ഷൻ ആണ്. ഇനി വല്ല കാറ്
വിൽക്കുന്നതാണ് എന്റെ റെഗുലർ ജോബെങ്കിൽ, ഞാൻ അങ്ങനെ വാങ്ങുന്നു വിൽക്കുന്നു വാങ്ങുന്നു വിൽക്കുന്നു, ഇതാണ് എന്റെ പണിയെങ്കിൽ അതൊരു ബിസിനസ് ആവും. സോ ബിസിനസ് എന്നുള്ളത് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ ബേസിസിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ്. അതിനെന്തൊരു റെഗുലർ ഡീലിങ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് എഴുതാൻ പറ്റില്ലേ? പ്രോഫിറ്റ് ഏർണിംഗ്. എന്തിനാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ഒബ്വിയസ്ലി. അപ്പൊ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏർണിംഗ് ആണ്. അതിന്റെ ഒരു സ്വഭാവം തന്നെ എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് അൺസർട്ടനിറ്റി ആൻഡ് റിട്ടേൺ. ഇത് ഞാൻ ഒരു പോയിന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അൺസർട്ടനിറ്റിയും റിസ്ക്കും ഒരു പോയിന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇത് രണ്ടായിട്ട് പഠിച്ചോളൂ. കാരണം മാക്സിമം പോയിന്റ്സ് പഠിക്കുന്നത് നല്ലതല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു 6 മാർക്ക് 7 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 7 പോയിന്റ് എഴുതാലോ. ഇതിപ്പോ 6 പോയിന്റ് ഉള്ളൂ. നിങ്ങൾ അൺസർട്ടനിറ്റി വേറെ റിസ്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 പോയിന്റ് ആയി. ഓക്കെ, എന്താണ് അൺസർട്ടനിറ്റി? അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ലാത്തതിനെയാണ് പറയുന്നത് അൺസർട്ടനിറ്റി. എന്തുകൊണ്ടാണ് ഉറപ്പില്ലാത്തത്? എന്തിനെ പറ്റിയാണ് ഉറപ്പില്ലാത്തത്? ബിസിനസ്സിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വരും എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. മുൻകൂട്ടി ഒരിക്കലും നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായി നമുക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം, ഇത്ര വരുമായിരിക്കും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ അതന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ എപ്പോഴും അവിടെ ഒരു ലാക്ക് ഓഫ് നോളജ് അബൌട്ട് റിട്ടേൺ. എന്താണ് റിട്ടേൺ ആയിട്ട് വരിക? പ്രോഫിറ്റ് തന്നെയാണോ അത് ലോസിലോട്ട് പോവോ? അങ്ങനെ ഒരു അൺസർട്ടനിറ്റി അവിടെ വരുന്നുണ്ട്. ഇനി റിസ്കിലോട്ട് വരുമ്പോൾ എന്താണ് റിസ്ക്? ലോസ്. ബിസിനസ്സിൽ നിന്ന് വരും, ലോസ് വരും. പ്രോഫിറ്റ് മാത്രമാണ് വരിക, ലോസ് സംഭവിക്കാം. അപ്പൊ ലോസ് എന്നുള്ള റിസ്കിനെ പറ്റിയിട്ടും ഒരു ക്യാരക്ടർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, പോസിബിലിറ്റി ഓഫ് ലോസ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. സിമ്പിൾ അല്ലേ? നമ്മൾ ഈസി ആയിട്ട് 7 പോയിന്റ്സ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ ബിസിനസിനെ വീണ്ടും 2 സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. വേഗം ഒന്ന് ആലോചിച്ച്, വേഗം ഒന്ന് ഇമാജിൻ ചെയ്ത്. നമ്മൾ തുടക്കം തൊട്ട് എന്തൊക്കെ പഠിച്ചു? ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ 2 ആയിട്ട് തിരിച്ചു, എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. നോൺ എക്കണോമിക് ആക്ടിവിറ്റി അവിടെ തന്നു കേട്ടോ. ഇനി എക്കണോമിക് ആക്ടിവിറ്റീനെ വീണ്ടും ഫർദർ 3 ആയിട്ട് തിരിച്ചു, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ആയിട്ട് തിരിച്ചു. അതിന്റെ ഡെഫിനിഷൻസ് പഠിച്ചു, അതിന്റെ കമ്പാരിസൺസ് ഒക്കെ പഠിച്ചു. ഇനി ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. അടുത്ത ബിസിനസിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് സെഗ്മെന്റ് ചെയ്തിരിക്കുകയാണ്, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? സോ നമ്മൾ ഇന്നിവിടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഇനി ഇൻഡസ്ട്രി എന്താ, കൊമേഴ്സ് എന്താന്നുള്ളതൊക്കെ നമ്മൾ പാർട്ട് 2 അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പൊ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ട് വന്നിരിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സോ താങ്ക് യു ഓൾ.